സൗത്ത് ആഫ്രിക്കയിലെ ഓഡ്ഷോൺ എന്ന പട്ടണത്തിന് സമീപത്തുള്ള കാങ്കോ മലനിരകളുടെ താഴ്വാരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കാങ്കോയിലെ ഒരു വൈൽഡ് ലൈഫ് റാഞ്ചിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സഞ്ചാരത്തിന്റെ 40 പേർ അടങ്ങിയ സംഘം. ഇതിവിടുത്തെ കാങ്കോ വൈൽഡ് ലൈഫ് സെന്ററും ഒരു കൺസർവേഷൻ സെന്ററും ഒക്കെയാണ്. ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങി. കാങ്കോ കൺസർവേഷൻ സെന്ററിലേക്കുള്ള എൻട്രൻസ് ആണിത്. തുറന്നു വച്ചിരിക്കുന്ന മുതലവായിലൂടെ വേണം കയറിപ്പോകാൻ. നേരത്തെ തന്നെ ഗൈഡ് മുഹമ്മദ് പോയി ഞങ്ങളുടെ ടീമിനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ട്രഡീഷണൽ ശൈലിയിൽ മരത്തടികൾ കൊണ്ട് മേൽക്കൂര പണിത് പുല്ലുമേഞ്ഞ ഒരു നെടുംപുര. മനോഹരമാണ് ഇതെല്ലാം. വളരെ സുന്ദരമായ ഒരു സ്ഥലം. പ്രകൃതിയെ എങ്ങനെ ഒരു വൈൽഡ് ലൈഫ് റാഞ്ചിനു വേണ്ടി ഒരുക്കാം എന്ന് ഇവിടെ കണ്ടറിയാം. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സാങ്ച്വറി അല്ല, ഒരു ചെറിയ സൂ പോലെ ഒരുക്കിയിരിക്കുന്നതാണ്. പക്ഷേ എല്ലാം നാച്ചുറലായ വിധം സജ്ജീകരിച്ചിരിക്കുന്നു. ഈ പരിസരത്തെ എല്ലാ മുന്നറിയിപ്പ് ബോർഡുകളും കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവിടേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴുള്ള സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമൊക്കെ പുല്ലുമേഞ്ഞ് ട്രഡീഷണൽ ശൈലിയിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ആഫ്രിക്കൻ ഗോത്രശൈലിയിൽ പല പല റെസ്റ്റോറന്റുകളുണ്ട്, സുവനീർ കടകളുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറന്റിന് മുകളിൽ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മേയുന്നതും തനി ആഫ്രിക്കക്കാരായ പണിക്കാരാണ്. പണ്ട് തങ്ങളുടെ വീട് മേഞ്ഞിരുന്നതുപോലെ തന്നെ അവർ ഇവിടെയും ചെയ്യുന്നു. ഒരു പ്രത്യേകതരം പുല്ലാണ്. അതുണക്കി ചൂലുപോലെ കെട്ടുകളാക്കി മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. മുകളിലിരിക്കുന്നയാൾ അത് പിടിച്ചെടുക്കുന്നു. കെട്ടുകൾ ഓരോന്നായി അടുക്കുകയാണ്. ഏതാണ്ട് അരയടി കനത്തിൽ. 10-12 വർഷത്തേക്ക് ഇതിനൊരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിലാണ് അടുക്കുന്നത്. ഇപ്പോഴും ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് കറുത്തവർ തന്നെയാണ്. വെള്ളക്കാരെ ഇത്തരം പണി ചെയ്യുന്നിടത്ത് കാണില്ല. ഈ രാജ്യത്തെ ജനസംഖ്യയിൽ വെറും 7.5% വരുന്ന വെള്ളക്കാരായിരിക്കും ഇതിന്റെയൊക്കെ ഉടമസ്ഥർ എന്നുള്ളത് വേറെ കാര്യം. അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണിവിടെ. മരങ്ങളാകട്ടെ, ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന പൊതു സൗകര്യങ്ങളാകട്ടെ, എല്ലാം ആകർഷകം. ഞങ്ങൾ അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ആദ്യത്തെ ജീവികളെ കണ്ടു തുടങ്ങി. പൊത്തുകളിൽ നിന്ന് ചാടി വരുന്നു ചില കക്ഷികൾ. മീർ കാറ്റുകളാണ്, കുസൃതികളാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വസിക്കുന്ന കീരിയുടെ വർഗത്തിൽപ്പെട്ട സസ്തനിയാണ് മീർ കാറ്റ്. മരുഭൂമിയിലും ഇടതൂർന്ന വനങ്ങളിലുമൊക്കെ വസിക്കുന്നവർ. പിൻകാലുകളിൽ ഉയർന്നു നിൽക്കുകയും കുത്തിയിരിക്കുകയുമൊക്കെ ചെയ്യുന്നവർ. ജീവിലോകത്തെ കുപ്രസിദ്ധരായ മോഷ്ടാക്കളാണിവർ. മുട്ടയാണ് ഇഷ്ടഭക്ഷണം. കീരിയെപ്പോലെ പാമ്പിന്റെ ശത്രുവാണ് ഇവരും. വേറൊരു ഭാഗത്ത് ഓലമേഞ്ഞ് അർദ്ധവൃത്താകാരത്തിലുള്ള ഒരു കെട്ടിടം. അത് ഉരകങ്ങളുടേതാണ്. സ്നേക്ക് പാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പലതരം പാമ്പുകളെ കാണാം. ഇത് ഗ്രീൻ അനക്കോണ്ടയാണ്. അടുത്തത് ആമയാണ്. റേഡിയേറ്റഡ് ടോർട്ടോയിസ് എന്നാണ് ഇതിന്റെ പേര്. ലോകത്തെ ഏറ്റവും സുന്ദരൻ ആമകൾ എന്നാണ് റേഡിയേറ്റഡ് ടോർട്ടോയിസിന്റെ വിശേഷണം. അടുത്തതായി കേപ്പ് കോബ്രയാണ്. അവൻ കോട്ടുവായൊക്കെ ഇട്ട് കിടക്കുന്നു. കൂട്ടിനകത്ത് ജീവിതം തള്ളി നീക്കുന്നതിന്റെ വിരസത ഭാവത്തിലും ചലനത്തിലുമുണ്ട്. വിഷമുള്ള ഇനമാണ്. 1.5 മീറ്ററിലധികം നീളം വയ്ക്കാറുണ്ട് ഇവ. അടുത്തത് റെഡ് ആഡർ എന്ന പാമ്പാണ്. ഒരു തരം അണലി. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരാണ് ഇവർ. വിഷമുള്ള പാമ്പ് തന്നെ. അടുത്തതായി ഫോറസ്റ്റ് കോബ്രയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കോബ്ര ഇനം. കൊടും വിഷമുള്ളവനാണ്. ലോകത്തെ ഏറ്റവും വലിയ മൂർഖൻ ഇനവും ബ്ലാക്ക് കോബ്ര എന്നുകൂടി പേരുള്ള ഇവരാണ്. ഒറ്റക്കടിയിൽ ഏറ്റവും അധികം വിഷം കുത്തിവെക്കുന്നതും ഇവർ തന്നെ. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ പഴയ പലചരക്ക് കടയോ ചായക്കടയോ പോലുള്ള ചിലതുണ്ടാക്കി വെച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഈ ഭാഗത്തൊക്കെ പണ്ട് വെള്ളക്കാർ നടത്തിയിരുന്ന പഴയ പലചരക്ക് കടയുടെ ഒരു ഫീൽ തരുന്നുണ്ട് അത്. ഇവിടെയൊക്കെ നിരവധി മൃഗങ്ങളെ പാർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു കൺസർവേഷൻ സ്റ്റേഷൻ കൂടെയുണ്ട്. ചീറ്റകളുടെ കൺസർവേഷൻ സ്റ്റേഷൻ. നേരെ മുന്നിൽ കാണുന്ന ആ കെട്ടിടം കടന്നാൽ ചീറ്റകളുടെ കൺസർവേഷൻ സ്റ്റേഷനിലേക്കാണ് എത്തുക. അതുകൂടാതെ ഇവിടെ കബ്ബുകൾ അഥവാ ചീറ്റക്കുഞ്ഞുങ്ങളുടെ കബ്ലാൻഡ് എന്നൊരു ഭാഗമുണ്ട്. ഏതാനും ചീറ്റക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ.
കളിച്ചു നടക്കുന്ന പ്രായമാണല്ലോ ഇവരുടേത്. കൂട്ടിൽ കയറി ചീറ്റക്കുഞ്ഞുങ്ങളുടെ അടുത്തു ചെല്ലാം. അതിനു മുൻപ് സന്ദർശകർ ഒരു സത്യവാങ്മൂല രജിസ്റ്ററിൽ ഒപ്പുവെക്കണമെന്ന് വേലിയിൽ ബോർഡുണ്ട്. ഇവിടെ റേഞ്ചർമാരുണ്ട്. റേഞ്ചർമാർ ചീറ്റക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നു. നമുക്കും അവയെ കളിപ്പിക്കാം. അവിടെ 4 കുഞ്ഞുങ്ങളാണുള്ളത്. സൂരി, സോറോ, സിയൂസ്, സൂക്കോ എന്നിങ്ങനെ 4 പേർ. തങ്ങൾ ചീറ്റകളാണെന്നും കാട്ടിലെ വീരന്മാരാണെന്നും ഒന്നും അറിയാതെ അവർ കളിച്ചു നടക്കുകയാണ്. ഏതു ജീവിക്കും ഈ പ്രായം കളിക്കുന്ന പ്രായമാണ്. 4 എണ്ണം ഉള്ളതുകൊണ്ട് കണ്ടുനിന്നാൽ സമയം പോകുന്നതറിയില്ല. ചിലത് കുസൃതിയോടെ ഞങ്ങളെ നോക്കുന്നു. പൂച്ചക്കുട്ടികളെ പോലെ തന്നെ. കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്ന തരത്തിലുള്ള ഓമനത്വമുള്ളവർ. 2024 ഒക്ടോബർ 19 ഈ റാഞ്ചിൽ ജനിച്ചവരാണിവർ. കുറച്ചുനേരം അവരുടെ കളികൾ ഞാനും കണ്ടുനിന്നു. പിന്നെ അവരുടെ അടുത്തുനിന്ന് കൺസർവേഷൻ സ്റ്റേഷനകത്തേക്ക് കയറി. ഇവിടെ നിന്നും ചീറ്റക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാം. ഇനി പോകുന്നതാണ് ശരിക്കുള്ള സൂ. എങ്ങനെയാണ് ആധുനിക കാലത്ത് ഒരു മൃഗശാല ഒരുക്കേണ്ടതെന്നൊക്കെ ഇവിടെ നിന്നും കണ്ടറിയാം. ഒരു റാമ്പിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അതിന്റെ അടിയിൽ തുറന്നുവിട്ട സ്ഥലത്ത് മൃഗങ്ങളും കഴിയുന്നു. 10-12 അടി ഉയരത്തിലുള്ള ഒരു പാലത്തിലൂടെയാണ് ഞങ്ങളുടെ നടത്തം. മേൽക്കൂരയുള്ളൊരു പാലത്തിലൂടെ മഴ നനയാതെയും വെയിലേൽക്കാതെയും നടക്കാം. താഴെ വിശാലമായ സ്ഥലത്ത് ചീറ്റകൾ അങ്ങനെ കിടക്കുന്നു. വിശ്രമത്തിലാണ്. 3-4 എണ്ണമുണ്ട്. ഇവർക്ക് ഏതാണ്ട് 1 വയസ്സേ ആയിട്ടുള്ളൂ. വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട്. വേറെയൊന്നും ചെയ്യാനില്ലല്ലോ. വേട്ടയാടേണ്ട. ഭക്ഷണം കൃത്യമായി കിട്ടും. പിന്നെ കളിക്കുക, കിടക്കുക, ഉറങ്ങുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവർ 3 സഹോദരങ്ങളാണ്. മുൻപേ കണ്ട 4 എണ്ണത്തിന്റെ ചേട്ടന്മാരാണെന്ന് തോന്നി ഈ 3 എണ്ണം. ഒരു പ്രസവത്തിൽ ഉണ്ടായതായിരിക്കണം. നമ്മുടെ നാട്ടിലെ പല മൃഗശാലകളിലും ഇടുങ്ങിയതും ദുർഗന്ധം വമിക്കുന്നതുമായ കൂടുകളിൽ ഒരു കാരാഗൃഹത്തിൽ എന്നതുപോലെ മൃഗങ്ങൾ ജീവിതം തീർക്കുകയാണെങ്കിൽ ഇവിടെ വിശാലമായ ഒരു പറമ്പിലാണിവർ. അവർ സ്വതന്ത്രരായി നടക്കുന്നു. അതിന് മുകളിലുള്ള ഒരു പാലത്തിലൂടെ നടന്ന് സന്ദർശകർ അവരെ കാണുകയാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു ചാട്ടത്തിന് നമ്മളെ പിടിക്കാം. പക്ഷേ ഈ റാമിന്റെ സൈഡിലൂടെ കമ്പിവേലിയുണ്ട്. ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. അപ്പോൾ ചാടി വന്നാൽ കറണ്ടടിക്കും. ഇവന്റെ പേര് സിയോൺ എന്നാണ്. 1.5 വയസ്സായിട്ടില്ല. 2022 ഒക്ടോബർ 13 കാങ്കോ വൈൽഡ് ലൈഫ് റിസർവിലായിരുന്നു സിയോണിന്റെ ജനനം. അപ്പുറം വേറൊരു കക്ഷിയുണ്ട്. നാഞ്ചി ആഫ്രിക്കൻ ലെപ്പേർഡാണ്. നാഞ്ചിക്ക് കൂട്ടിന് ഒരു റേഞ്ചറുണ്ട്, ഒരു ലേഡി. കൂട്ടുകാരിയുമായി വലിയ സ്നേഹത്തിലാണ് നാഞ്ചി. ഇങ്ങനെ കാണുമ്പോൾ ഇവരെല്ലാം വളരെ സൗമ്യരാണ്. പേര് വിളിക്കുമ്പോൾ വരും. ഒരു പൂച്ചയെപ്പോലെ. വളരെ ഫ്രണ്ട്ലിയാണ്. കൂട്ടുകാരിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പൂച്ച കുടുംബത്തിലുള്ളതാണല്ലോ. കിടന്ന് ഉരുളുന്നു. സന്തോഷം പ്രകടമാക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെ ഹിംസ്ര ജന്തുക്കളൊന്നുമല്ല ഇവരൊന്നും. ഇണങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയാണ്. ആവശ്യത്തിന് തീറ്റ കിട്ടാതെ വരുമ്പോഴോ മറ്റുള്ളവർ ഇവരുടെ ആവാസയിടത്തിലേക്ക് അതിക്രമിച്ചു കയറുമ്പോഴോ ആണ് ഇവ ആക്രമകാരികളാവുന്നത്. റേഞ്ചർമാർ അവയെ തലോടുകയും അവരോട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യും. റാമ്പിലൂടെ ഞങ്ങൾ നടത്തം തുടർന്നു. കേരളത്തിൽ തളിപ്പറമ്പിൽ ഒരു ഓപ്പൺ സൂ ഒരുക്കാനുള്ള പദ്ധതി ഗവൺമെന്റിനുണ്ട്. അതൊക്കെ ഇങ്ങനെ വേണം പണിയാൻ. നമ്മുടെ പല മൃഗശാലകളും 1.5 നൂറ്റാണ്ട് മുൻപത്തെ രീതികളാണ് ഇപ്പോഴും പിന്തുടരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ. യഥാർത്ഥ വനത്തിലൂടെ പോകുന്നില്ലെങ്കിലും ഇവർ കുറെയൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഒരു സിംഹരാജനും ഭാര്യയും ഇവിടെ കിടപ്പുണ്ട്. അവർ ഇടയ്ക്ക് കുശലമൊക്കെ പറയുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. വേട്ടയാടേണ്ട. കൃത്യസമയങ്ങളിൽ ഭക്ഷണമെത്തും. വൃത്തിയുള്ള പരിസരമാണ്. അതാണ് ഏറ്റവും പ്രധാന കാര്യം. നല്ല ആരോഗ്യത്തോടെയാണ് ഇവ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല മെഴുത്ത വൃത്തിയുള്ള സൗന്ദര്യമുള്ള മൃഗങ്ങൾ. ഒന്നും ക്ഷീണിച്ച് ത്വക്രോഗം ബാധിച്ച് തൊലി പൊളിഞ്ഞല്ല കിടക്കുന്നത്. എല്ലാവരും സംതൃപ്തരാണെന്ന് ആ കിടപ്പിൽ നിന്ന് മനസ്സിലാകും. ഇവർ ആഫ്രിക്കൻ വെള്ളസിംഹങ്ങളാണ്. 16 വയസ്സുണ്ട് 2 പേർക്കും. ട്രൈബ് എന്നാണ് ആണിന്റെ പേര്.
അവന്റെ ഇണയുടെ പേര് സിൻഡിൽ എന്നും. സിംഹങ്ങൾ ഉൾപ്പെടെ 90 സ്പീഷീസിലുള്ള ജീവികളുണ്ട് ഈ റാഞ്ചിൽ. പല വഴിക്ക് പോയിരിക്കുകയാണ് എന്റെ സംഘത്തിലുള്ളവർ. സിംഹവുമായി ഒരു 20 അടി ഉയരത്തിൽ പാലത്തിലൂടെ ഇങ്ങനെ നടക്കാം. ഓരോ മൃഗത്തിന്റെയും വിവരങ്ങൾ അവരെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാം. എത്ര രസമാണ്! ഇങ്ങനെയൊക്കെയല്ലേ ആധുനിക കാലത്ത് മൃഗശാലകൾ വേണ്ടത്. നമ്മുടെ തൃശ്ശൂരിലെ മൃഗശാല പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കുമ്പോൾ ഇത്തരമൊരു കൺസെപ്റ്റ് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത്തരമൊരു ചിന്ത പോലും പലപ്പോഴും നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് ആധുനികമായ മൃഗശാല രീതി. ഇവിടെ ഉയർത്തിയ സ്ഥലത്ത് ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. ചില ക്ലാസുകളും സെമിനാറുകളുമൊക്കെ നടക്കുന്ന ഇടമാണിത്. ഇവിടെ അഡോപ്ഷനുള്ള സൗകര്യവുമുണ്ട്. നമുക്ക് മൃഗങ്ങളെ ദത്തെടുക്കാം. 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അതിലും കൂടിയ കാലയളവിലേക്കോ നിശ്ചിത തുക നൽകിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ആമയുണ്ട്, ഒരു പാവത്താൻ. ലെപ്പേർഡ് ടോട്ടോയിസ് എന്നാണ് ഇവന്റെ പേര്. നടപ്പ് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. വളഞ്ഞു പുളഞ്ഞ് വൈകല്യം ബാധിച്ചതുപോലെ കാലുകൾ. സൗത്ത് ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ആമ ഇനമാണ് ലെപ്പേർഡ് ടോട്ടോയിസ്. 100 വർഷം വരെ ആയുസ്സുണ്ട് ഇവന്. ബാഹ്യമായ ചെവികളില്ല എന്നതാണ് ഇവന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ കേൾവിശക്തി നന്നേ കുറവാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ നടത്തം തുടർന്നു. ഇവിടെ ചീറ്റ പ്രിസർവേഷൻ ഫൗണ്ടേഷൻ എന്നൊരു സംവിധാനമുണ്ട്. 1988-ൽ നിലവിൽ വന്ന സംവിധാനമാണത്. വിവിധ മാർഗങ്ങളിലൂടെ ഫണ്ട് സമാഹരിച്ച് ചീറ്റകളുടെ സംരക്ഷണത്തിനായി വിനിയോഗിക്കുകയാണ് ചീറ്റ പ്രിസർവേഷൻ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അതിന്റെ ഇൻഫർമേഷൻ സെന്ററാണ് ഈ കൗണ്ടർ. ഇവിടെ ചീറ്റയുമായി സന്ദർശകർക്ക് ഇടപെടാം. അതിനായി ആളുകൾ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ സംഘത്തിൽ നിന്ന് ഈ 2 പേർ ചീറ്റക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കൂടിനകത്ത് കയറാനായി ഒരുങ്ങി നിൽക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ ഒരു ദുരുദ്ദേശം ആരോപിച്ചു. ഭാര്യയെ ഉന്തിത്തള്ളി ചീറ്റയുടെ കൂട്ടിലേക്ക് വിടുകയാണല്ലോ. ഏതാനും ചീറ്റക്കുഞ്ഞുങ്ങളുണ്ട്. അവയെ ഓമനിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. എൻചാന്റ് ചീറ്റ കബ്സ് എന്നാണ് ഈ പരിപാടിയുടെ വിശേഷണം. കൂട്ടിനകത്ത് കുറച്ച് സായിപ്പുമാർ കയറിയിട്ടുണ്ട്. അവർ ഇറങ്ങിയതിനു ശേഷം വേണം ഞങ്ങളുടെ സംഘത്തിലുള്ളവർക്ക് കയറാൻ. കൂടിന് പല വാതിലുകളുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആളുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അത് ഓരോന്നായി തുറന്ന് അടയ്ക്കണം. ഇറങ്ങി വരുന്നവർ ഒരു പ്രത്യേക ലോഷൻ കൊണ്ട് കൈ കഴുകുന്നുണ്ട്. നമ്മുടെ സംഘാംഗം കയറാൻ റെഡിയായി ചെന്നു. കയ്യിൽ ഫീസ് അടച്ചതിന്റെ സ്റ്റിക്കറൊക്കെയുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞേ അടുത്ത ടീമിനെ കയറ്റുകയുള്ളൂ എന്ന് ജീവനക്കാരൻ പറഞ്ഞു. അത്രയും സമയം ഞങ്ങൾക്കിവിടെ ചെലവഴിക്കാനുണ്ടോ എന്നൊരു സംശയം വന്നു. എന്നാൽ പിന്നെ അവിടെ കയറേണ്ട എന്ന തീരുമാനത്തിൽ പണം തിരികെ വാങ്ങാമെന്നുറപ്പിച്ച് ഞങ്ങളെല്ലാം പുറത്തേക്ക് നടന്നു. കുറെ കാഴ്ചകളുണ്ടായിരുന്നു. അതെല്ലാം മൃഗങ്ങളാണ്. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. പുറത്തേക്കിറങ്ങണമെങ്കിൽ ഒരു സുവനീർ ഷോപ്പിലൂടെ വേണം കടന്നു പോകാൻ. ഈ സുവനീർ ഷോപ്പാണ് ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം. റാഞ്ചിന്റെ നടത്തിപ്പിനുള്ള നല്ലൊരു തുക ഇവിടുത്തെ കൗതുക വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്നു. സുവനീർ ഷോപ്പിലൂടെ നടക്കുമ്പോൾ ചീറ്റക്കുഞ്ഞുങ്ങളെ ഓമനിക്കാൻ ടിക്കറ്റ് എടുത്ത് കാത്തുനിന്ന ഞങ്ങളുടെ സംഘത്തിലെ അംഗത്തിന് കൂട്ടിൽ കയറാൻ പറ്റിയെന്ന വിവരം വന്നു. പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പോന്നു കഴിഞ്ഞാണ് അവരെ അകത്ത് കയറ്റാൻ അനുവദിച്ചത്. മൃഗങ്ങളുടെ പാവകൾ ഉൾപ്പെടെ പല സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൃഗശാലകളിലും ഇതൊക്കെ പരീക്ഷിക്കാം. ഇത്തരം സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്നതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാവാം. കോങ്കോ വൈൽഡ് ലൈഫ് റാഞ്ച് എന്നത് ഒരു സ്വകാര്യ സംരംഭമാണെന്ന് ഓർക്കണം. പണ്ടിവിടെ ഒരു ക്രോക്കഡൈൽ ഫാമാണ് ഉണ്ടായിരുന്നത്. ദമ്പതിമാരായ ആൻഡ്രൂവും ഗ്ലെൻ എറിക്സണും അത് വിലയ്ക്ക് വാങ്ങി കാങ്കോ വൈൽഡ് ലൈഫ് റാഞ്ച് സ്ഥാപിക്കുകയായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും ബസ്സുകളിൽ സ്കൂൾ കുട്ടികളെത്തി. ഈ പരിസരത്തു നിന്നും അടുത്ത നാടുകളിൽ നിന്നുമൊക്കെ സ്കൂൾ കുട്ടികൾ ഇവിടെ വരാറുണ്ട്.
കൂടാതെ ധാരാളം വിദേശ ടൂറിസ്റ്റുകളും വരുന്ന ഒരു പ്രധാന സ്ഥലമാണ് കാങ്കോയിലെ വൈൽഡ് ലൈഫ് റാഞ്ച് ആൻഡ് കൺസർവേഷൻ സെന്റർ. നേരം ഉച്ചയായിരിക്കുന്നു. ഞങ്ങൾ ഓഡ്ഷോൺ പട്ടണത്തിലേക്ക് എത്തുകയാണ്. പട്ടണം ക്രോസ് ചെയ്ത് ഓഡ്ഷോണിലെ ഒരു ഓസ്ട്രിച്ച് ഫാമിലേക്കാണ് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത്. കല്ലുകൊണ്ട് പണിത പഴയ കെട്ടിടങ്ങളും പുതിയ കാലത്തെ ഹോട്ടലുകളുമൊക്കെയുള്ള പട്ടണഭാഗങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾ. ഒട്ടകപ്പക്ഷി ഫാമുകളിലൂടെ സമ്പന്നമായ പട്ടണമാണ് ഓഡ്ഷോൺ. ഒട്ടകപ്പക്ഷി വളർത്തലിലൂടെ അങ്ങനെ പുരോഗമിച്ച മറ്റൊരു പട്ടണം ലോകത്തെവിടെയുമില്ല. 1860കളിലാണ് ഈ നഗരം അത്തരമൊരു വളർച്ച തുടങ്ങിയത്. സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിൽ ഫസ്റ്റ് ഓസ്ട്രിച്ച് ബൂം എന്നറിയപ്പെടുന്ന സംഭവമാണത്. ഒട്ടകപ്പക്ഷിയുടെ മാംസത്തേക്കാൾ തൂവലിന് ഡിമാൻഡ് ഉണ്ടായിരുന്ന കാലം. യൂറോപ്യൻ പ്രഭുകുടുംബങ്ങളിലുള്ളവർ പ്രൗഢിയുടെ പ്രതീകമായി ഒട്ടകപ്പക്ഷി തൂവൽ കൊണ്ടുള്ള അലങ്കാരങ്ങൾ അണിയുന്നത് പതിവായിരുന്നു അന്ന്. ഓഡ്ഷോണിൽ നിന്ന് ഒട്ടകപ്പക്ഷി തൂവൽ വൻതോതിൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. ലിത്വാനിയയിൽ നിന്ന് ഇവിടേക്കെത്തിയ ജൂതന്മാരാണ് ആദ്യകാലത്ത് ആ ബിസിനസിന്റെ കുത്തക നിലനിർത്തിയത്. ഒട്ടകപ്പക്ഷി ഫാമുകൾ വ്യാപകമായതോടെ അതിനനുബന്ധമായ നിരവധി സ്ഥാപനങ്ങൾ ഓഡ്ഷോണിലുണ്ടായി. പട്ടണം സമ്പന്നതയിലേക്ക് ഉയരുകയും ചെയ്തു. ഡ്രൈവർ പാറ്റ് ഗൗരവത്തോടെ ബസ് വിടുന്നു. ഇവിടെ ആർമിയുടെ ഒരു കേന്ദ്രവും ഒരു ഹോസ്പിറ്റലുമൊക്കെയുണ്ട്. അവിടുത്തെ മെയിൻ പാതയിൽ നിന്ന് ബസ് ഇടത്തേക്ക് തിരിയുകയാണ്. ഇവിടെ ഒരു ഓസ്ട്രിച്ച് ഫാമുണ്ട്. ആ ഒട്ടകപ്പക്ഷി ഫാമിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലഞ്ച് കഴിക്കുക മാത്രമല്ല, ഒട്ടകപ്പക്ഷി ഫാമിലെ വിശദമായ സന്ദർശനം കൂടി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓഡ്ഷോൺ പട്ടണ പരിസരത്തെ ഭൂപ്രകൃതി ഒട്ടകപ്പക്ഷിയെ വളർത്താൻ വളരെ യോജിച്ചതാണ്. കുറ്റിച്ചെടികൾ വളരുന്ന വരണ്ട ഭൂപ്രകൃതിയാണിവിടെ. ചില ഭാഗത്ത് ജലലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒട്ടകപ്പക്ഷി ഫാമുകൾ ഇവിടെ വ്യാപകമായത്. ഫാമുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ധാരാളം ഒട്ടകപ്പക്ഷികൾ വിഹരിച്ചിരുന്ന മൈതാനക്കാടുകളായിരുന്നു ഇവിടമെല്ലാം. അന്നിവിടെ വസിച്ചിരുന്ന ഗോത്രവർഗക്കാർ ഒട്ടകപ്പക്ഷി മുട്ടകൾ ഭക്ഷണത്തിനായി ഉപയോഗിച്ചു പോന്നു. പക്ഷേ അവർ ഒട്ടകപ്പക്ഷികളെ വേട്ടയാടിയിരുന്നില്ല. വെള്ളക്കാരാണ് ഒട്ടകപ്പക്ഷി വേട്ട തുടങ്ങിയത്. ഒട്ടകപ്പക്ഷി തൂവലിന്റെയും മാംസത്തിന്റെയും മുട്ടയുടെയും തുകലിന്റെയും വിപണി സാധ്യത മനസ്സിലാക്കി പിന്നീടവർ ഓസ്ട്രിച്ച് ഫാമിംഗിലേക്ക് തിരിയുകയും ചെയ്തു. ഞങ്ങളുടെ ബസ് സഫാരി ഓസ്ട്രിച്ച് ഫാം എന്നൊരു സ്ഥലത്തേക്കെത്തി. സഫാരിയുടെ സ്വന്തമാണ് ഈ ഫാമെന്ന് ഞാൻ സംഘത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് വാങ്ങിയാലോ എന്നായി ചിലർ. കുറെ ബസ്സുകളുമൊക്കെ വന്നു കിടക്കുന്നു. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. നല്ലൊരു ഫെസിലിറ്റിയാണ് സഫാരി ഓസ്ട്രിച്ച് ഫാം. പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി ഞങ്ങൾ ഇറങ്ങി. ആദ്യത്തെ പരിപാടി ലഞ്ച് കഴിക്കൽ തന്നെയാണ്. മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരൻ സ്വീകരിക്കാൻ വന്നു. നേരത്തെ തന്നെ ഞങ്ങൾ ലഞ്ച് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്കറിയാം. മുന്തിരിവള്ളികളൊക്കെ പടർന്നു കിടക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനോഹരമായൊരു ഫാമാണ്. ഫാമിൽ ഒരു സഫാരി റെസ്റ്റോറന്റ് ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ഈ ഭാഗം ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുകയാണ്. 40 പേർക്കിരിക്കാനുള്ള സൗകര്യങ്ങൾ. ഞങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജീവനക്കാരൻ വന്ന് കാര്യങ്ങൾ വിവരിച്ചു. എന്തൊക്കെയായിരിക്കും വിഭവങ്ങൾ എന്നാണ് പറയുന്നത്. 3 കോഴ്സ് ലഞ്ചാണ്. ആദ്യം സലാഡ് വരും. അതിനുശേഷം ഒട്ടകപ്പക്ഷി മാംസവും ചോറും ഉൾപ്പെടുന്ന സെക്കൻഡ് മെയിൻ കോഴ്സ്. അതിനുശേഷം ഡെസേർട്ട് വരും. കൂടാതെ ഡ്രിങ്ക്സും ലഭിക്കും. ബിയറും മദ്യവുമൊക്കെയുണ്ട്. അതൊക്കെ വേണ്ടവർക്ക് അഡീഷണലായിട്ട് പറഞ്ഞു വാങ്ങിക്കാം. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും മാന്യന്മാരായതുകൊണ്ട് ഉച്ചയ്ക്ക് ബിയറിലൊന്നും താല്പര്യമില്ല. സലാഡ് വന്നതിനു ശേഷം പിറകെ നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഒട്ടകപ്പക്ഷി മാംസമെത്തി. ഇതിൽ ഭൂരിപക്ഷം പേരും ഒട്ടകപ്പക്ഷി മാംസം ആദ്യമായി കഴിക്കുകയാണ്. പൂത്തിറച്ചി പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ്. നമ്മൾ ചെയ്യും പോലെ കണ്ടമാനം മസാലയൊന്നും ചേർക്കാത്തതുകൊണ്ട് ശരിക്കുള്ള ഒട്ടകപ്പക്ഷി മാംസത്തിന്റെ രുചി കിട്ടി. അങ്ങനെ നേരിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ അതിന്റെ പുറത്ത് ചില സോസ് ഒക്കെ ഒഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡ്. നമ്മുടെ ഈ സംഘം ഇതിനു മുൻപ് സിംബാബ്വേയിൽ വെച്ചും
ബോട്സ്വാനയിൽ വെച്ചുമൊക്കെ മാനിറച്ചി, മുതലയിറച്ചി എന്നിങ്ങനെ ആഫ്രിക്കയിൽ മാത്രം കിട്ടുന്ന പല മാംസങ്ങളും രുചിച്ചു വന്നവരാണ്. സഞ്ചാരത്തിന്റെ ടൂറുകളിൽ ചെല്ലുന്ന നാടുകളിൽ കിട്ടുന്ന വിചിത്രമായ ഭക്ഷണം കൂടി സെർവ് ചെയ്യുന്നുണ്ട്. ഭക്ഷണവും ഡെസേർട്ടും എല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. മനോഹരമായ ഒരു പുൽമേട്, ഉദ്യാനം. ഫിഷ് എന്നും ലിവ്ഷിറ്റ്സ് എന്നും പേരുള്ള 2 കുടുംബങ്ങൾ ചേർന്നാണ് സഫാരി ഓസ്ട്രിച്ച് ഫാം നടത്തുന്നത്. പല സംഘങ്ങൾ പലയിടത്ത് വന്നിരുന്ന് ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു സുവനീർ ഷോപ്പുണ്ട് ഇവിടെ. ഓസ്ട്രിച്ച് ഫാമിലൂടെ ഒരു സർക്യൂട്ട് ടൂറുണ്ട്. അങ്ങനെ പലതും. ഇനി ഞങ്ങൾ ഓസ്ട്രിച്ച് ഫാമിലൂടെ ഒരു യാത്ര നടത്താൻ പോവുകയാണ്. ഒരു ട്രാക്ടറിന് പിന്നിലെ ട്രെയിലറിൽ ഇരുന്നാണ് പോവുക. അതിനുവേണ്ടി ഞങ്ങൾ ആ ട്രാക്ടറിന്റെ സമീപത്തേക്ക് നടന്നു. ഒട്ടകപ്പക്ഷികളുടെ ലോകത്തുകൂടിയുള്ള ഒരു യാത്രയാണ് അടുത്തത്.